ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലോക വനിതാ ദിനം ആചരിച്ചത്. അതായത് മാർച്ച് 8-ാം തീയതിയായിരുന്നു ലോക വനിതാ ദിനം. സ്ത്രീകൾക്ക് എതിരായ ചൂഷണങ്ങൾ അവസാനിപ്പിക്കേണ്ട, അതിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടതിനെക്കുറിച്ച്, അവർക്ക് തുല്യതയും സമത്വവും ഉറപ്പുവരുത്തേണ്ടതിനെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം ആണ് വനിതാ ദിനം. പക്ഷേ അന്നും ഒരു പക്ഷേ രാജ്യത്തിന് തന്നെ നാണക്കേടായ ഹംപിയിൽ നിന്നുള്ള വാർത്തയടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം സ്ത്രീകളുടെ കൂട്ടായ്മ, അവരുടെ കരുത്ത് ഒക്കെ വിളിച്ചോതുന്ന നിരവധിയായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് പലപ്പോഴായും എത്തിക്കാറുണ്ട്. അങ്ങനെയുള്ള വാർത്ത എത്തിക്കേണ്ട ദിനങ്ങൾ ആണ് ഇനി വരുന്നത്. പ്രത്യേകിച്ച് ഇന്നും നാളെയും നമ്മുടെ കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാല എന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതിൻ്റെ പ്രത്യേകത തന്നെ വനിതകളുടെ കൂട്ടായ്മ എന്നുള്ളതാണ്. സ്ത്രീകൾ ഏറ്റവും അധികം ലോകത്ത് തന്നെ ഒരാഘോഷത്തിൻ്റെ പേരിൽ ഒത്തുചേരുന്ന ദിവസം ആണ് ആറ്റുകാൽ പൊങ്കാല. മാത്രവുമല്ല, അതിൻ്റെ സംഘാടനം, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മലയാളികൾക്ക്, പൊങ്കാലയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, അത്രമേൽ വലിയ സംഘാടനം ആണ് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആണ് തിരുവനന്തപുരം എന്ന ഈ നഗരത്തിലേക്ക് എത്തുന്നത്. പക്ഷേ വാർത്താ ചാനലുകൾ അടക്കം ഈ സ്ത്രീകളുടെ പ്രതികരണങ്ങൾ തേടുമ്പോൾ പലപ്പോഴും അവർ പരാതികൾ പറയാറില്ല എന്നുള്ളതാണ്. ഈ നാട് തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഓരോരുത്തരും ചെയ്തു നൽകുന്ന സാഹചര്യമുണ്ട്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർണ്ണമോ വർഗമോ ഒന്നും ആരും നോക്കാറില്ല എന്നതാണ്. ഒരു പക്ഷേ അത്തരം ആഘോഷങ്ങൾ ലോകത്ത് തന്നെ കുറവായിരിക്കും. അതുമാത്രവുമല്ല, ഈ ആഘോഷം കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം തന്നെ അങ്ങനെ ഒരു ആഘോഷം ഇവിടെ നടന്നു എന്ന് തോന്നിക്കാത്ത തരത്തിലേക്ക് ഈ നഗരം തിരികെ എത്തുകയും ചെയ്യും. കൃത്യമായ യാത്രാ സൗകര്യങ്ങൾ, സ്പെഷ്യൽ ട്രെയിനുകൾ, KSRTC ബസ്സുകളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഈ തീർത്ഥാടകരെ, വിശ്വാസികളെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ അവരെ തിരിച്ചെത്തിക്കാനും സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. അങ്ങനെ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നുകൂടിയായി മാറാറുണ്ട് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ, അപ്ഡേഷനുകൾ എല്ലാം ഞങ്ങൾ സമഗ്രമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്നും നാളെയും ഏറ്റവും പുതിയ വിശേഷങ്ങൾ ആയി പ്രേക്ഷകരിലേക്ക് എത്താം. അത്തരം വാർത്തകൾ കൂടി ഉൾപ്പെടുന്ന ഒരു ദിനമാണ്. സ്ത്രീകളുടെ കരുത്ത്, അവരുടെ കൂട്ടായ്മ, പങ്കുവയ്ക്കൽ, അങ്ങനെയൊരു പ്രധാനപ്പെട്ട ദിനത്തിലേക്ക് കൂടി ആണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പരിശോധിക്കാം നാട്ടിൽ എന്തുണ്ട്. നെൽകൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് മലപ്പുറത്തെ ഒരു യുവ കർഷകൻ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പുതിയ നെൽവിത്താണ് ഷബീർ എന്ന ഈ കർഷകൻ പരീക്ഷിക്കുന്നത്. കൃഷിയിൽ പുതുവഴികൾ തേടുകയാണ് എടപ്പാൾ സ്വദേശി ഷബീർ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പരമ്പരാഗത നെൽവിത്തായ നസർബാത്ത് ആണ് ഇദ്ദേഹം വിളയിച്ചെടുത്തത്. ഓലക്കിരുണ്ട വയലറ്റാണ് നിറം. മൂപ്പാകാൻ ഏകദേശം 110 മുതൽ 120 ദിവസമെടുക്കും. ഇത് വിത്ത് തന്നെ കിലോയ്ക്ക് 300 രൂപ ഉണ്ട്. നെല്ലിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇവിടെ സാധാരണ മില്ലിൽ തന്നെ ഇത് കുത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ മൂല്യമുള്ള നെൽവിത്താണ് എന്നാണ് നമ്മൾ ഇത് കേട്ടറിഞ്ഞിട്ടുള്ളത്. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് നസർബാത്തിന്റെ അരിയെന്ന് ഷബീർ പറയുന്നു. കുത്തരിയായാണ് ഉപയോഗിക്കേണ്ടത്. അതിനാൽ പ്രമേഹ രോഗികൾക്കും കഴിക്കാം. ഇന്ത്യയിൽ തന്നെ വില കൂടിയ അരികളിൽ ഉൾപ്പെട്ട ഇനമാണിത്. കിലോയ്ക്ക് 30 രൂപയാണ് വില. യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനീഷ്, അതിലേക്കുള്ള തന്നെ. അപ്പോൾ അവന് മുഖാന്തരം കൊല്ലംകോടുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിത്ത് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു താല്പര്യം. അപ്പോൾ അത് സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വ്യാപിക്കാനാണ് അടുത്ത വർഷം മുതൽ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടം 25 സെന്റ് സ്ഥലത്താണ് ഷബീറിന്റെ കൃഷി. കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ 8 ഏക്കർ സ്ഥലത്താണ് ഷബീറിന്റെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. ന്യൂസ് 18 തിരൂർ. ഷബീറിനെ പോലെയുള്ള യുവ കർഷകർ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. പരമ്പരാഗത നെൽവിത്തുകൾ ഒരു പക്ഷേ കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത നെൽ ഇനങ്ങൾ അടക്കം കേരളത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുക കൂടിയാണ് ഷബീർ.
ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ മരിച്ച മകൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു പിതാവിൻ്റെ ദുഃഖം, വേദന ആണ് പങ്കുവയ്ക്കുന്നത്. CBI അന്വേഷണമാണ് ഈ പിതാവ് ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്. എറണാകുളം വരാപ്പുഴ സ്വദേശി ജോസഫ് ആണ് 6 വർഷം മുമ്പ് നടന്ന അപകട മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് പിതാവിൻ്റെ പരാതി. 6 വർഷം മുമ്പ് വരാപ്പുഴ പാലത്തിൽ നടന്ന അപകടത്തിലാണ് തൈപ്പറമ്പിൽ ജോസഫിന്റെ മകൻ 22-കാരനായ നൈസിൽ മരിച്ചത്. അപകടത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉന്നയിച്ച പിതാവിന്റെ പരാതിയെ മുൻനിർത്തി വരാപ്പുഴ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ റിപ്പോർട്ട് കോടതി മടക്കി. രണ്ടാമത്തെ റിപ്പോർട്ട് പറവൂർ സെഷൻസ് കോടതി സ്വീകരിച്ചു. എന്നാൽ തെളിവുകളും സാക്ഷിമൊഴികളും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദമായി പരിശോധിച്ചില്ലെന്നും ഇത് ചിലരെ ബോധപൂർവം രക്ഷിക്കാനായിരുന്നു എന്നുമാണ് ജോസഫിന്റെ വാദം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തൊക്കെയോ മറിക്കുന്നു, എന്തൊക്കെയോ തീരുമാനിച്ച അയാൾ സാധാരണ മരണമാക്കി മാറ്റി. ഇയാളുടെ പുറകെ പോകാണ്ടിരിക്കുന്ന നേരമില്ല. കാരണം എനിക്ക് എന്റെ മോന്റെ കേസ് തെളിയണം. അയാളുടെ പുറകെ പോകേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോകാത്തത്. അതുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരനായിട്ട് പറയുമ്പോൾ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞാൽ CBI ആണ്. സാക്ഷികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. കേസ് ഈ മാസം 23-ന് ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കപ്പൂർ നിവാസികൾക്ക് ഇപ്പോൾ നേരം ഇരുട്ടിയാൽ ആശങ്കയാണ്. വീടുകൾക്ക് നേരെ കല്ലേറ് പതിവായതോടെയാണ് ഇവരുടെ ഉറക്കം നഷ്ടമായത്. നേരം ഇരുട്ടി തുടങ്ങിയാൽ കപ്പൂർ വട്ടക്കുന്ന് രാജീവ് ഗാന്ധി നഗറിലുള്ളവർക്ക് ആദിയാണ്. രാത്രിയായാൽ വീടുകൾക്ക് നേരെയുള്ള കല്ലേറാണ് ഇവരെ ആശങ്കയിലാക്കുന്നത്. മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിൽക്കൂവെങ്കിലും വീട്ടുകാർക്ക് പുറത്തിറങ്ങി നോക്കാൻ ഭയമാണ്. സാമൂഹ്യ വിരുദ്ധരാണ് ഇരുട്ടിന്റെ മറവിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 3 വർഷത്തോളമായി കല്ലേറ് പല ദിവസങ്ങളിലായി സംഭവിക്കാറുണ്ടെന്നാണ് പരാതി. അതേമാതിരി മക്കളെല്ലാവരും കൂടി ഇവിടെ ആള് കൂടുമ്പോൾ പിന്നെ അങ്ങനെയാണ്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ അടുപ്പിച്ചപ്പോൾ ഇന്നലത്തേക്ക് വരെ 3 ദിവസം ഇവിടെ കല്ലേറ് നടന്നിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ആള് നീച്ച് ഇവിടുന്ന് ഓടുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടിയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ഏതാനും ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ആണെങ്കിലും ഞങ്ങളുടെ നിന്ന് രക്ഷപ്പെട്ടു അദ്ദേഹം പോയിട്ടുണ്ട്. സമീപത്തെ വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് കല്ലേറുണ്ടാകുന്നതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. അക്രമികളെ പിടികൂടാൻ നാട്ടുകാർ സംഘം ചേർന്ന് രാത്രിയിൽ കാവൽ നിന്നെങ്കിലും ഫലമുണ്ടായില്ല. പലവട്ടം പോലീസും പരിശോധിച്ചു. വീട്ടിനുള്ളിൽ വരെ കല്ല് പതിച്ചിട്ടുണ്ട്. പലപ്പോഴും തലനാരിഴയ്ക്കാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടതെന്ന് ഇവർ പറയുന്നു. ആർക്കും താമസിക്കാൻ യാതൊരു മാർഗമില്ല. പിന്നെ ഞങ്ങൾ പോസ്റ്റുകളുണ്ട്, പോസ്റ്റുമേലൊന്നും ലൈറ്റ് ഇല്ല. ഒരു വെള്ളട്ടാങ്കി ഉണ്ട്, അതിന്റെ മറവിൽ ഇരുന്നിട്ടാണ് ഈ കല്ലേറും കാര്യങ്ങളും വരുന്നത്. ഇവിടെ മക്കളെ മേൽക്കും വീട്ടുകാർക്കും വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെയാണ് കല്ല് വരുന്നത്. ഇതിന് ഞങ്ങൾക്ക് എന്താന്നുള്ളൊരു 3 കൊല്ലമായി ഞങ്ങളിത് അനുഭവിച്ച് നടക്കണം ഈ രാത്രി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്റുമേലും ബൾബില്ല. ഞങ്ങൾക്ക് കുറെ പ്രാവശ്യമായി ഞങ്ങൾ പറയുന്നു പോസ്റ്റുമേൽ ബൾബില്ല എന്നുള്ളൂ. ഒരാളും ഇതിന് പറ്റില്ല. രാജീവ് ഗാന്ധി നഗറിൽ 5 സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തിച്ചിരുന്നെങ്കിലും 6 മാസത്തിലധികമായി ഇത് കത്തുന്നില്ല. വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള പ്രദേശം കാട് മൂടിക്കിടക്കുന്നതും സാമൂഹ്യ വിരുദ്ധർക്ക് തമ്പടിക്കാൻ സൗകര്യമാവുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട്ടെ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ വലിയ ആശങ്കയിലാണ്. ഏതോ സാമൂഹ്യ വിരുദ്ധർ ആണ് ഇത്തരത്തിൽ രാത്രിയിൽ ഒക്കെ സ്വൈര്യമായി കിടന്നുറങ്ങുന്ന കുടുംബങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അവരെ പിടികൂടുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത് സാധിച്ചില്ല എന്നുകൂടിയാണ് പ്രദേശവാസികൾ പറയുന്നത്. തിരുവനന്തപുരത്ത് റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിർമ്മാണ സാധനങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. അമരവിളയിൽ നിന്ന് ഇതുവരെ 25 ലക്ഷത്തിലധികം രൂപയുടെ നിർമ്മാണ സാധനങ്ങൾ മോഷണം പോയി എന്നാണ് പരാതി. റെയിൽവേയുടെ നിർമ്മാണ പ്രവൃത്തി തുടരുന്ന നെയ്യാറ്റിൻകര പാറശാല സൈറ്റുകളിൽ വ്യാപക മോഷണം നടക്കുന്നതായാണ് പരാതി. നിർമ്മാണത്തിനായി എത്തിച്ച ഉപകരണങ്ങളും മറ്റു വസ്തുക്കളുമാണ് മോഷ്ടിച്ചത്. പരശുവയ്ക്കൽ ഭാഗത്തുനിന്ന് ഇതുവരെ നഷ്ടമായത് 3 ടണ്ണിലധികം തൂക്കമുള്ള സ്റ്റീൽ കമ്പികളാണ്. കഴിഞ്ഞ മാസം അമരവിളയിൽ നിന്ന് 1.5 ടണ്ണിലധികം തൂക്കം വരുന്ന ഷട്ടറുകളും 25-ാം തീയതി 2 ടൺ കമ്പിയും മോഷണം പോയിരുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങൾ ഇവിടെ നടക്കുന്നു. കരാറ് കമ്പനിയായ പൗലോസ് ജോർജ് റെയിൽവേ അധികൃതർക്കും നെയ്യാറ്റിൻകര പാറശാല പോലീസിലും പരാതി നൽകിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താനായില്ല. ഏകദേശം 3 ടൺ ഓളം സ്റ്റീലുകൾ ബാർ ബെൻഡ് ചെയ്ത്
പണി തുടങ്ങാനായിട്ടിരുന്ന സ്റ്റീൽ മോഷണം പോയതായിട്ട് കാണുന്നു. ഞങ്ങൾ അടുത്തുള്ള ഒരു CC ഫുട്ടേജ് നോക്കുമ്പോൾ ഇത് തിങ്കളാഴ്ച വെളുപ്പാങ്കാലത്ത് 1:30 മണിയോടുകൂടി ഒരു ബൊലീറോ ബ്രാൻഡ് ന്യൂ ബൊലീറോയിൽ ഇത് എടുത്തുകൊണ്ട് പോയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫുട്ടേജ് ഞങ്ങൾ പാറശാല പോലീസ് സ്റ്റേഷനിൽ പരാതിയോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ അനുഭവമല്ല, ഞങ്ങളത് വളരെ ഭയപ്പാടിലാണ്. രാത്രി പ്രദേശത്ത് നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കൈമാറിയിട്ടും പോലീസ് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ 25 ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങളാണ് നഷ്ടമായത്. ന്യൂസ് 18 തിരുവനന്തപുരം. പരുന്തുംപാറ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഊർജമായി കാനോപ്പി സീപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിച്ചു. സാഹസിക വിനോദ ഉപാധിയായ സീപ്പ് ലൈനിന്റെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. സാഹസിക ടൂറിസം ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പരുന്തുംപാറയിലേക്ക് സ്വാഗതം. മേഘങ്ങളെ ചുംബിക്കാമെന്ന പേരിലാണ് കനോപ്പി സിപ്ലൈൻ പച്ചപ്പിന് മുകളിലൂടെ ഒരു സാഹസിക വിസ്മയം. 700 മീറ്റർ ദൈർഘ്യത്തിലാണ് സിപ്ലൈൻ. ഒരേ സമയം 4 പേർക്ക് സിപ്ലൈൻ ആസ്വദിക്കാം. എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയാണ് പ്രവർത്തനമെന്ന് സംഘാടകർ. പരുന്തുംപാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആണെങ്കിൽ തന്നെ ഇവിടെ വേറെ വിനോദസഞ്ചാരികൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഏകദേശം ഒരു 700 മീറ്ററോളം ഡിസ്റ്റൻസ് വരും അപ്പ് ആൻഡ് ഡൗൺ. പോയിട്ട് തിരിച്ച് സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിനോദസഞ്ചാരത്തിന് പുതിയ സംരംഭം ഊർജമാകുമെന്ന് സ്ഥലം MLA. നിരോധനാജ്ഞ നിലനിൽക്കുന്നിടത്ത് ഇങ്ങനെ ഇത് ചെയ്യാമോ എന്ന ഒരു സംശയം ചിലർക്കൊക്കെ ഉണ്ട്. അത് കാക്കയും വന്നു പനമ്പഴവും വീണു എന്ന് പറഞ്ഞ പോലെയുള്ളൂ. നമ്മളിവിടെ സിപ്ലൈൻ തുടങ്ങാനും ഇരുന്നു, നിരോധനാജ്ഞ വരാനും ഇരുന്നു. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ അതിൻ്റെ വഴി പോലെ കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് നാടിൻ്റെ വികസനത്തിന്, ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് നിരവധിയായ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പരുന്തുംപാറയുടെ ദൃശ്യഭംഗിയിൽ സെൽഫി പോയിന്റും തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ. ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗം V. രാമൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. ഇനി കാസർഗോഡ് ജില്ലയിലെ അജാനൂർ ഹാർബർ നിർമ്മാണത്തിലെ അനിശ്ചിതത്വം അധികൃതരുടെ ശ്രദ്ധയിൽ പിടിച്ചുപറ്റിയിരിക്കുകയാണിപ്പോൾ. ഇതിന് കാരണം ന്യൂസ് 18 ആണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. കാരണം ഈ വിഷയം രാജ്മോഹൻ ഉണ്ണിത്താൻ MP പാർലമെന്റിൽ തന്നെ ഉന്നയിച്ചു. ന്യൂസ് 18-ന്റെ ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെ ആണ് തീരദേശവാസികൾ ഹാർബർ നിർമ്മാണം വേഗത്തിലാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത്. ന്യൂസ് 18-ന്റെ ഈ പ്രോഗ്രാം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. അജാനൂരിൽ 1.5 പതിറ്റാണ്ടിലധികമായി തീരദേശവാസികൾ ഹാർബറിനായി കാത്തിരിക്കുന്നു. ഹാർബർ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. തീരദേശവാസികൾ വിഷയം ന്യൂസ് 18-ന്റെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെ അവതരിപ്പിച്ചു. ഇതിനെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പാർലമെന്റിന്റെ ബജറ്റ് സെഷനിൽ 377 റൂൾ അനുസരിച്ച് വിഷയം ഉന്നയിച്ചു. മഴക്കാലത്ത് പ്രദേശത്ത് കടലാക്രമണ ഭീഷണിയും രൂക്ഷമാണ്. ചിത്താരി മുതൽ നീലേശ്വരം വരെ 1500-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. തുറമുഖമില്ലാത്തതിനാൽ മഴക്കാലങ്ങളിൽ കടലിൽ പോയി തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയാണ്. തോണി അപകടങ്ങളിൽ നിരവധി പേരുടെ ജീവനും ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. അജാനൂരിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. കടലാക്രമണം തടയുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്നലെ റൂൾ 377 അനുസരിച്ച് പാർലമെന്റിൽ ഞാൻ ഉന്നയിച്ച ആവശ്യം. എല്ലാം കൂടി ഒറ്റയടിക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇനിയും പാർലമെന്റിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് കിട്ടിയാലുടൻ അജാനൂർ തുറമുഖത്തിന് വേണ്ടി ഞാൻ ജീവൻ മരണ പോരാട്ടം നടത്തും. സംസ്ഥാന സർക്കാർ പച്ചക്കൊടി വീശിയ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിരവധി പദ്ധതികൾ വെളിച്ചം കാണാതെ പോവുകയാണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. അജാനൂർ തുറമുഖത്തിനു വേണ്ടി പ്രയത്നിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ കായംകുളം നഗരത്തിൽ ശുദ്ധജലം ഉറപ്പുവരുത്താനുള്ള അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 10 കോടി രൂപ മുടക്കിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 1760 ഗാർഹിക കണക്ഷനുകൾ ആണ് പുതുതായി നൽകാൻ പോകുന്നത്. കായംകുളം നഗരസഭാ പരിധിയിൽ എല്ലാ വാർഡുകളിലും ശുദ്ധജലം ലഭ്യമാക്കാൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യഘട്ട ജോലികൾ തുടങ്ങി.
ജലവിതരണ പൈപ്പിൽ നിന്ന് ഗാർഹിക കണക്ഷനുകൾ നൽകുവാനുള്ള ജോലികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. നഗരത്തിലെ അമൃത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ പി ശശികല നിർവഹിച്ചു. വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു. അതുമാത്രമല്ല, നമ്മുടെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് 60 വർഷം പഴക്കമുള്ളതാണ് മിക്ക പൈപ്പ് ലൈനുകളും, പുതിയതല്ലാത്തതല്ല. അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അടിക്കടി നമ്മുടെ പൈപ്പ് ലൈനുകളിലൊക്കെ പൊട്ടിപ്പോകുന്നത്. അപ്പം അത് മാറുന്നതിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചെലവാണ് വരുന്നത്. നഗരസഭയിലെ ഓരോ വാർഡിലും 40 വീതം ഗാർഹിക കണക്ഷനുകൾ നൽകും. ആകെ 1760 ഗാർഹിക കണക്ഷനുകളാണ് പുതിയതായി നൽകുന്നത്. നിലവിലുള്ള ജലവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കാലഹരണപ്പെട്ട പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കും. ഇതിനായി 10 കിലോമീറ്റർ ദൂരത്തിൽ 160 mm വലിപ്പമുള്ള PVC പൈപ്പുകൾ സ്ഥാപിക്കും. ഇതിന് ഏകദേശം 10 കോടി രൂപ ചിലവ് വരും. വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ജലവിതരണത്തിനുള്ള പ്രധാന പൈപ്പുകൾ ഇട്ടു തുടങ്ങും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നത് കൂടാതെ ജലവിതരണം കാര്യക്ഷമമാക്കാൻ 15 ലക്ഷം ലിറ്റർ ജലസംഭരണി നിർമ്മിക്കും. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി KPSC ജംഗ്ഷന് സമീപമുണ്ടായിരുന്ന ജലസംഭരണി പൊളിച്ചു മാറ്റിയിരുന്നു. പകരമായാണ് 9 കോടി രൂപയോളം വിനിയോഗിച്ച് പുതിയ ജലസംഭരണി നിർമ്മിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. സംസ്ഥാനത്ത് ലഹരി വ്യാപനം വ്യാപകമാണ്. അതിനെതിരായ ജാഗ്രത ഇപ്പോൾ തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. പോലീസ് കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് സംസ്ഥാന വ്യാപകമായി തുടരുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെയാണ് യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ കൂടുതൽ ഊർജിതമായി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഗവർണർ തന്നെ സർവകലാശാലകളിലെ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി VC-മാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഇപ്പോഴിതാ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള സ്റ്റുഡൻസ് യൂണിയൻ. ലഹരി മാഫിയയ്ക്ക് എതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് KSUവിൻ്റെ ജാഥ. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ജാഥ മാർച്ച് 19 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലാണ് സമാപിക്കുക. ലഹരി മാഫിയക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയറിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസ് ജാഗരൻ യാത്ര സംഘടിപ്പിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ അറിവോടുകൂടിയാണ് കേരളത്തിൽ ലഹരി മാഫിയ തഴച്ചു വളരുന്നതെന്ന് വരുൺ ചൗധരി കുറ്റപ്പെടുത്തി. എല്ലാ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും NSUI ദേശീയ പ്രസിഡന്റ്. अगर केरला की गवर्नमेंट चाहती है, LDF गवर्नमेंट चाहती है, LDF के चीफ मिनिस्टर चाहते, LDF के MLA चाहते, इनकी कैबिनेट चाहती तो ड्रग्स को लेकर कुछ एंटी ड्रग कैंपेन्स लॉन्च करती, कुछ स्ट्रिक्ट एक्शंस लेती जो ड्रग्स के रैकेट्स चला रहे हैं केरला के अंदर. और मैं खुले तौर पर ओपन KSU के स्टेज से बोल रहा हूं, ड्रग्स रैकेट बिना गवर्नमेंट की हेल्प के नहीं चल सकता. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്യാമ്പസിൽ യാത്ര എത്തിച്ചേരും. സംസ്ഥാന തലത്തിൽ ലഹരി വിരുദ്ധ സേനയ്ക്ക് രൂപം നൽകും. ഒരു ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 വീതം പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാകും ലഹരി വിരുദ്ധ സേന. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ, വൈസ് പ്രസിഡന്റുമാരായ MJ യദുകൃഷ്ണൻ, മുഹമ്മദ് ഷമാസ്, ആൻ സെബാസ്റ്റ്യൻ, അരുൺ രാജേന്ദ്രൻ എന്നിവർ ജാഥ വൈസ് ക്യാപ്റ്റന്മാരാണ്. കേരളത്തിന്റെ ചുമതലയുള്ള NSUI ദേശീയ ജനറൽ സെക്രട്ടറിയും ജാഥയിൽ പങ്കെടുക്കും. യാത്ര മാർച്ച് 19 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ സമാപിക്കും. ന്യൂസ് 18 കാസർഗോഡ്. രാവിലെ ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വനിതകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് കളം ഒരുങ്ങുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അത് വിശ്വാസത്തിൻ്റെ പേരിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള വിശ്വാസികൾ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ തിരുവനന്തപുരം നഗരം കൂടുതൽ സ്ത്രീകൾ എത്തുന്ന സാഹചര്യമായിരിക്കും. ഈ പൊങ്കാല അടുപ്പുകൾ അടക്കം അതിനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി അവരുടെ കൂട്ടായ്മ, പരസ്പര സഹകരണം, അത്തരം ഒരു കാഴ്ചകളിലേക്കാണ് തിരുവനന്തപുരം നഗരം കടക്കുന്നത് എങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾ വ്രതശുദ്ധിയുടെ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. റംസാൻ 2ാമത്തെ 10ലേക്ക് ബുധനാഴ്ച കടക്കുകയാണ്. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരം ആയാണ് വിശ്വാസികൾ 2ാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. ആദ്യത്തെ 10 കാരുണ്യത്തിന്റെയും, 2ാമത്തെ 10 പാപമോചനത്തിന്റെയും, അവസാനത്തെ 10 നരകമോചനത്തിന്റെയുമാണെന്നാണ് വിശ്വാസം. ചെയ്തുപോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ 2ാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം റംസാൻ 17-നാണ്.
പാപം ചെയ്യാത്ത മനുഷ്യർ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മാത്രമാണ്. അവർ മാത്രമാണ് മഅ്സൂമീങ്ങൾ. ബാക്കിയുള്ള സർവ്വ മനുഷ്യരും പാപം ചെയ്യാതെ ഭൂമിയിൽ നിന്ന് കടന്നു പോവാത്ത ആൾക്കാരാണ്. എല്ലാവരും പാപം ചെയ്യും. പാപം ചെയ്യാത്ത മനുഷ്യന്മാരില്ല. അതുകൊണ്ട് ആ പാപമോചനത്തിന് വേണ്ടിയുള്ള 10 അള്ളാഹു തആല നമുക്ക് നൽകുമ്പോൾ അതിൽ അള്ളാഹുവിനോട് മനമൊരുകി പാപമോചനത്തിന് വേണ്ടി തേടാൻ നമുക്ക് സാധ്യമാവണം. അതിനാൽ വിവിധ മഹല്ലുകളുടെ കീഴിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നോമ്പുതുറകളും നടക്കും. ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും പാപമോചനത്തിന്റെ 10 ദിവസങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകും. രണ്ടാമത്തെ 10-ൽ ഇഫ്താർ സംഗമങ്ങൾ വിവിധ സംഘടനകളുടെ കീഴിൽ സജീവമാകും. ന്യൂസ് 18 തിരൂർ. യെസ്, നമ്മൾ നേരത്തെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം KSU ലഹരിക്ക് എതിരെ നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ വാർത്ത നൽകിയിരുന്നു. അതോടൊപ്പം സംസ്ഥാനത്ത് ഈ ലഹരി വ്യാപനത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുമ്പോൾ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും പങ്കുവെക്കേണ്ടി വന്നത്. നേരത്തെ നമുക്കറിയാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മർദ്ദിച്ച് സഹപാഠികൾ, ട്യൂഷൻ ക്ലാസ്സിൽ ഒപ്പമുള്ള കുട്ടികൾ അവർ മർദ്ദിക്കുകയും അങ്ങനെ 10ാം ക്ലാസ്സുകാരൻ അഫാൻ മരണപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ ഇത്തരത്തിൽ ആക്രമണ സ്വഭാവം ഉള്ളവർ ആയി മാറുന്നു എന്നതുകൂടി സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന സംഭവമാണ്. അങ്ങനെ സൈക്കിൾ ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നു. വെങ്ങാനൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി അൽജോയ്ക്കാണ് സഹപാഠിയുടെ ക്രൂരമർദ്ദനം ഏറ്റത്. വിദ്യാർത്ഥിയുടെ മൂക്കിന് പൊട്ടലുണ്ട്. സ്കൂൾ വിട്ട് മടങ്ങി വരികയായിരുന്നു വെങ്ങാനൂർ മോഡേൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇതിൽ ഒരാൾ അൽജോയുടെ സൈക്കിൾ ചോദിച്ചു. എന്നാൽ സൈക്കിൾ നൽകാൻ അൽജോ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് അൽജോയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഒരു പയ്യന്റെ നിലവിളി കേട്ടിട്ടാണ് എന്റെ മകൾ വന്ന് പറഞ്ഞ ഒരു പയ്യൻ കിടന്ന് നിലവിളിക്കുന്ന പറയുമ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ വെളിയിൽ ഓടി വരുമ്പോഴത്തേക്ക് മൂക്കിലൂടെയും വായിലൂടെയും ചോര ഒലിപ്പിച്ച ഒരു പയ്യൻ നിൽക്കുന്നതാണ് കണ്ടത്. ചോദിച്ചപ്പോൾ കൂടെയുള്ള ഒരു പയ്യൻ സൈക്കിൾ വെച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഇടിച്ചിട്ട് ഓടിയെന്ന് പറഞ്ഞു. ആ ഓടിയ പയ്യനെ ഞങ്ങൾ പിന്തുടർന്ന് പിടിച്ചുകൊണ്ട് ആ പയ്യനെ ഈ പയ്യനായിട്ട് സ്കൂളിലെ പ്രിൻസിപ്പാളിനെ വിളിച്ച് ഏൽപ്പിച്ച് സ്കൂളിനകത്തേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ നീ എന്തിന് അടിച്ച പേരെന്തിന് നിന്നെ അടിച്ചെന്തിന് ചുമ്മാ അതിന് അവനെ ചുമ്മാ അടിക്കണ എന്തിന്? അൽജോയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരു വിദ്യാർത്ഥികളെയും സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചു. പരിക്കേറ്റ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ബാലരാമപുരം പോലീസ് സ്ഥലത്തെത്തി. ന്യൂസ് 18 വെങ്ങാനൂർ. ഇടുക്കിയിൽ കട്ടപ്പനയിൽ 2 വീടുകളിൽ നിന്ന് മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന ഗ്രാമ്പുവും കുരുമുളകുമാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയാണ് കട്ടപ്പന വെട്ടിക്കുഴി കവലമറ്റത്തിൽ ജോസിന്റെ വീടിന്റെ ടെറസിൽ നിന്നും 6 കിലോയോളം ഉണങ്ങിയ ഗ്രാമ്പുവും വാലുമ്മൽ തങ്കച്ചന്റെ വീട്ടിൽ നിന്ന് 36 കിലോ പച്ചക്കുരുമുളകും മോഷണം പോയത്. 12:30 മോഷ്ടാവ് ഈ ഭാഗത്തേക്ക് വരുന്നതും 1:04 മോഷണ മുതലുമായി പോകുന്നതും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വാലുമ്മേൽ തങ്കച്ചന്റെ വീട്ടിൽ മോഷ്ടാവ് എത്തിയപ്പോൾ പട്ടി കുരച്ചതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തിറങ്ങിയെങ്കിലും അപ്പോഴേക്കും മോഷ്ടാവ് കുരുമുളകുമായി രക്ഷപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ മഴ പെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഗ്രാമ്പു വാരി വെക്കാനായിട്ട് വാർക്കട മണ്ടൽ കയറുകയും അപ്പോൾ ഈ ഇവിടെ ഗ്രാമ്പു നഷ്ടപ്പെട്ടതായിട്ട് അറിയുകയും ചെയ്തു. പിന്നെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് വീഴും അറിയിക്കുകയും ഈ പറഞ്ഞ അതനുസരിച്ച് കട്ടപ്പന SI ശ്യാംകുമാർ സാറ് എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് അന്വേഷിക്കുകയും ചെയ്തു. സാമാന്യം നല്ല ഉയരമുള്ള മോഷ്ടാവ് ബർമൂഡയും ഓവർകോട്ടും ധരിച്ച് മുഖം മൂടി കെട്ടി ചെരുപ്പിടാതെയാണ് എത്തിയത്. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതോടെ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങളാണ് പ്രദേശത്ത് നടന്നിരിക്കുന്നത്. ടെറസിന്റെ മുകളിൽ ഉണങ്ങാനിടുന്ന മലഞ്ചരക്ക് സാധനങ്ങൾ വൈകുന്നേരം വീട്ടിനുള്ളിൽ സൂക്ഷിക്കാനാണ് കട്ടപ്പന പോലീസിന്റെ ഉപദേശം. ന്യൂസ് 18 ഇടുക്കി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നല്ല വാക്കും കാണാം.